സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചിച്ചു വെക്കുന്ന നമ്മൾ ഓരോരുത്തരെയും പോലുള്ള ചില മനുഷ്യരുണ്ട്. നോസ്ട്രഡാമസ്, ബാബ വാങ്ക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ പേരുകൾ, ആ പ്രവചകരുടെ പേരുകൾ തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും. എന്നാൽ അമേരിക്കക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധവും ഹിറ്റ്ലറുടെ ഉദയവും എന്തിനേറെ പറയുന്നു, സ്വന്തം മരണം വരെ കൃത്യമായ രീതിയിൽ പ്രവചിച്ചു വെച്ചൊരു വ്യക്തി എഡ്ഗർ കേസി. ഭാവിയെക്കുറിച്ചും അദ്ദേഹം ഇത്തരത്തിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എഡ്ഗർ കേസിയുടെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലേക്കുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ കുറച്ച് കാലത്തിനിടക്ക് ഭാവി പ്രവചിച്ച ആളുകൾ എന്ന പേരിൽ ഒരുപാടധികം ആളുകളെ കുറിച്ചും അവരുടെ പ്രവചനങ്ങളെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. നമ്മൾ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള വീഡിയോകളൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നൊക്കെ തന്നെയും എഡ്ഗർ കേസി എന്ന ഈ മനുഷ്യൻ തീർത്തും വ്യത്യസ്തനാണ്. താൻ ഒരു ഭാവി പ്രവചകനാണ് എന്നും താൻ പറയുന്ന പ്രവചനങ്ങളെല്ലാം അതുപോലെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നൊന്നും ഒരിക്കലും അദ്ദേഹം അവകാശപ്പെടുന്നില്ല. എന്നാൽ കൂടെയും അദ്ദേഹത്തിന്റെ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ നിന്നും ഉപദേശവും മറ്റുമൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകളുടെ പിൻതലമുറക്കാർക്കിടയിൽ പോലും എഡ്ഗറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അവരൊക്കെ തന്നെയും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രവചകരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഓരോ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവചനങ്ങൾ അവരെ നോക്കി അല്ലെങ്കിൽ അവരുടെ കാര്യത്തെ, അവരുടെ പ്രശ്നങ്ങളെ കേട്ടുകൊണ്ട് ഇദ്ദേഹം കൃത്യമായ രീതിയിൽ പറഞ്ഞു നൽകുമായിരുന്നു. എന്തൊക്കെയായാലും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രവചിക്കാനുള്ള കഴിവ് ലഭിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം ഇദ്ദേഹം പ്രവചിച്ചതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇനി നടക്കാനിരിക്കുന്ന പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായിട്ട് തന്നെ നോക്കാം. വർഷം 1877 US കെൻഡക്കിയിലാണ് എഡ്ഗർ കേസി ജനിക്കുന്നത്. ഈ കെൻഡക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും. നമ്മുടെ KFCയുടെ ജന്മസ്ഥലമായിട്ടുള്ള കെൻഡക്കി തന്നെയാണ് ഈ കെൻഡക്കി. പൂർണ്ണമായിട്ടും റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഉത്കൃഷ്ടരായിട്ടുള്ള ഒരു ഫാമിലിയിൽ തന്നെയാണ് എഡ്ഗർ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ചെറിയ പ്രായം മുതൽക്ക് തന്നെ ബൈബിൾ അവന്റെ വലിയൊരു കൂട്ടുകാരനായിരുന്നു. നിരന്തരമായിട്ട് അത് വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ ചിറകുകളുള്ളൊരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ്. കുഞ്ഞു എഡ്ഗറിനോട് ആ സ്ത്രീ ചോദിക്കുന്നത്, നിനക്ക് എന്താണ് വേണ്ടത് എന്നൊരു കാര്യമാണ്. അതിന് മറുപടിയായിട്ട് എഡ്ഗർ പറഞ്ഞത്, എനിക്ക് ആളുകളെല്ലാം സഹായിക്കണം എന്നതായിരുന്നു. പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ അവന്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് എഡ്ഗർ ഞെട്ടി ഉണരുന്നുണ്ട്. താൻ കണ്ടിട്ടുള്ളത് ഒരു സ്വപ്നമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഈ ഒരു അവസരത്തിൽ അവൻ തിരിച്ചറിയുകയാണ്. ഏതാനും ദിവസങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. ഒരു ദിവസം വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസരത്തിൽ അവന്റെ പിതാവ് വലിയ രീതിയിൽ തന്നെ അവനെ ഷൗട്ട് ചെയ്യുകയാണ്, ശകാരിക്കുകയാണ്. സ്കൂളിൽ മാർക്ക് വളരെ കുറവാണ് എന്നൊരു കാര്യത്തിന്റെ മേൽ തന്നെയായിരുന്നു എഡ്ഗറിനെ പിതാവ് ശകാരിച്ചിരുന്നത്, ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ മനം നൊന്ത, അതിയായ സങ്കടം തോന്നിയിട്ടുള്ള എഡ്ഗർ കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് പതിയെ എഡ്ഗർ ഒരു മയക്കത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പെട്ടെന്ന് വെച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ആ ചിറകുകളുള്ള സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ എഡ്ഗറിനോട് അവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. എഡ്ഗർ അപ്പോൾ മറുപടിയായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ സ്ത്രീ എഡ്ഗറിനോടായിട്ട് പറഞ്ഞത്, നിനക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണോ അറിവ് നേടേണ്ടത്, ഏതൊക്കെ പുസ്തകങ്ങളിലെ അറിവുകളാണോ നിനക്ക് ഹൃദ്യസ്ഥമാക്കേണ്ടത്, ആ പുസ്തകങ്ങളെല്ലാം വിരിച്ചുകൊണ്ട് അതിന് മുകളിൽ അന്നേ ദിവസം രാത്രി കിടന്നുറങ്ങുക. ഇതായിരുന്നു ആ സ്ത്രീ എഡ്ഗറിനോട് പറഞ്ഞ കാര്യം. അവൻ അതേ പ്രകാരം തന്നെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തൊട്ട് എഡ്ഗറിന്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറി മറിയുകയായിരുന്നു. അവൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച, മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങളിലെ അറിവുകളെല്ലാം വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ, വേഗത്തിൽ പഠിക്കാൻ എഡ്ഗറിന് സാധിക്കുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ട് എഡ്ഗറിൽ ഇത്ര ഒരു മാറ്റം ഉണ്ടായത് ആളുകളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. അവന്റെ സഹപാഠികളും അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ തന്നെയും ശ്രദ്ധിക്കുകയാണ്. ചില ആളുകളൊക്കെ എഡ്ഗറിനോട് കാര്യം അന്വേഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എഡ്ഗർ തനിക്ക് സംഭവിച്ചിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച്, താൻ സ്വപ്നത്തിൽ തനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ സൊല്യൂഷൻസ് എല്ലാം തന്നെ കാണുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇവരോടൊക്കെ വെളിപ്പെടുത്തുകയാണ്. അതോടുകൂടി പതിയെ പതിയെ തന്റെ ചുറ്റുപാടുകളിലായിട്ട് എഡ്ഗർ ഈ ഒരു കാര്യത്തിനു മേൽ ഫേമസ് ആയി വരാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കാര്യമായ പരിക്കുകൾ പറ്റിയ ഒരു കുട്ടിയുടെ അടുത്തേക്ക് എഡ്ഗർ ഒരിക്കൽ എത്തിച്ചേരുകയാണ്. ഡോക്ടേഴ്സ് പോലും ഏറെക്കുറെ കുട്ടിയെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് എന്തെല്ലാമാണെന്ന കാര്യത്തെക്കുറിച്ച് എഡ്ഗറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
സ്വപ്നത്തിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അവൻ ആ കാര്യം ആ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തതോട് കൂടിയിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ആ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ആ കുട്ടിയുടെ അസുഖത്തിൽ വലിയ വ്യത്യാസങ്ങൾ തന്നെ കാണാൻ ആരംഭിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടെ വന്നു ചേർന്നതോട് കൂടിയിട്ട് എഡ്ഗർ പിന്നെയും ഫേമസ് ആകാൻ ആരംഭിക്കുകയാണ്. ഒരുപാടധികം ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നോണമൊക്കെ എഡ്ഗറിനെ സമീപിക്കാൻ ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ലെറ്ററുകൾ എഴുതാൻ ആരംഭിക്കുകയാണ്, തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് എഡ്ഗറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ ആളുകൾക്കൊക്കെ തന്നെയും തനിക്ക് സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ കുറിച്ച്, ഈ സൊല്യൂഷനുകളെ കുറിച്ചൊക്കെ തന്നെയും കൃത്യമായിട്ട് എഡ്ഗർ പറഞ്ഞു നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെയും ഒരു മുൻകൂർ ജാമ്യം എന്നോണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഇതെല്ലാം ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ചില കാര്യങ്ങളാണ്, അത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് സീരിയസ് ആയിട്ട് എടുക്കണോ, അത് സ്വീകരിക്കണോ വേണ്ടോ എന്നതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ചോയ്സുകളാണ്. സോ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന രീതിയിലായിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ പ്രശ്നങ്ങളുമായിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പണവും എഡ്ഗർ സ്വീകരിക്കാറും ഉണ്ടായിരുന്നില്ല. ഈ ആളുകളുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ആളുകൾ സൊല്യൂഷൻസ് ചോദിച്ചു വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ, ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് പോലും ഇദ്ദേഹത്തോട് ഭാവി നോക്കി കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു നൽകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെയും താമസം മാറേണ്ടതുണ്ടോ, മറ്റേതെങ്കിലും ഒരു സിറ്റിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരുപടി മുകളിലായിട്ട് സ്വർണവും വെള്ളിയും ഒക്കെ എവിടെയാണ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം പോലും അന്വേഷിച്ച്, ഭൂമിയിൽ എവിടെ കുഴിച്ചാൽ കിട്ടും എന്ന കാര്യം അന്വേഷിച്ച് പോലും ഇദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ഒരുപാടധികം ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇദ്ദേഹം ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ള, പ്രവചിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമാവുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്ക് വാർണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ച ആളുകൾക്കൊക്കെ തന്നെയും ഈ ക്രാഷിൽ നിന്ന് അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്ത ആളുകൾക്കൊക്കെ തന്നെയും വലിയ നഷ്ടങ്ങൾ തന്നെ അതിലൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രവചനം 1934 അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ്. ജർമ്മനി ഒരു വലിയ രാജ്യമാകാൻ പോകുന്നുവെന്നും ഹിറ്റ്ലർ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നതുമായിരുന്നു ഈ ഒരു പ്രവചനം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനം വരുന്നത് 35 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവചനം. പിന്നീട് അടുത്തൊരു പ്രവചനം നടത്തുന്നത് 41 രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യമായിട്ട് ഇടപെടലുകൾ നടത്താതിരുന്ന അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു, അതിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നതായിരുന്നു മുൻകൂട്ടി തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവചനം. അക്ഷരാർത്ഥത്തിൽ അത് അതുപോലെ തന്നെ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. മറ്റൊരു ഞെട്ടിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രവചനം എന്ന് പറയുന്നത് ബറാക് ഒബാമയുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റായിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരൻ അധികാരത്തിലേറുമെന്നൊരു കാര്യം ഇദ്ദേഹം പ്രവചിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തു. ഇതിനേക്കാളും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള പ്രവചനം, അത് ഇദ്ദേഹത്തിന്റെ സ്വന്തം മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനമാണ്. 1944 അദ്ദേഹം പ്രവചിച്ചു വെച്ചൊരു കാര്യം 1945 താൻ ഉണ്ടാകില്ല, താൻ മരണപ്പെടാൻ പോകുന്നു എന്ന കാര്യമാണ്. മാത്രമല്ല, കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ പ്രവചനങ്ങൾ പറഞ്ഞു നൽകുക വഴി, ഒരുപാടധികം സൊല്യൂഷൻസ് പറഞ്ഞു നൽകുക വഴി തൻ്റെ ഏജ് ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്, തൻ്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മരണപ്പെടുമെന്ന രീതിയിൽ പോലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ 1945 ജനുവരി 3 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയുണ്ടായി. ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവചനങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒന്ന് പരിശോധിക്കാം. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയെ, ഒരു നഗരത്തെ നമ്മൾ വീണ്ടും കണ്ടെത്തും എന്നൊരു കാര്യമാണ്. ചില ആളുകളൊക്കെ ഇതിനെ അറ്റ്ലാന്റിസുമായിട്ട്, കടലിൽ മുങ്ങിപ്പോയിട്ടുള്ള മാന്ത്രിക നഗരം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന അറ്റ്ലാന്റിസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ അറ്റ്ലാന്റിസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, എന്താണ് അറ്റ്ലാന്റിസ് എന്ന കാര്യത്തെക്കുറിച്ച് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു പ്രവചനം വരുന്നത്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ സയൻസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആണെന്ന രീതിയിലാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിരുന്നു പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്ന കാര്യത്തെക്കുറിച്ച്
നമ്മൾ കണ്ടെത്തും, വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ ടെക്നോളജികൾ നമ്മൾ കണ്ടെത്തും എന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്ന പേരിലുള്ള ഈ ഒരു പ്രവചനം വരുന്നത്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം മറ്റുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരുന്നു, അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ കണ്ടെത്താൻ പോകുന്നു എന്നതാണ് ഈ ഒരു പ്രവചനം. ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഭൂമിക്ക് പുറത്തൊക്കെയുള്ള ഗ്രഹങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ജലത്തിൻ്റെ ആ സാന്നിധ്യം കണ്ടെത്തുമ്പോൾ അവിടെ മുമ്പ് ജീവൻ ഉണ്ടായിരുന്നു എന്ന ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയുന്നത് പോലെ ജീവന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ജലം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ചിന്തകളിലേക്ക് നമ്മളും എത്തിച്ചേരാറുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. നാലാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത് ലോകത്ത് വലിയൊരു ഗ്ലോബൽ മൂവ്മെന്റ് തന്നെ ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു റെവല്യൂഷൻ തന്നെ സംഭവിക്കാൻ പോകുന്നു. അത് തുടക്കം കുറിക്കാൻ പോകുന്നത് റഷ്യയിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, ഹ്യൂമൻസിനെല്ലാം, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കെല്ലാം സൈക്കിക് എബിലിറ്റീസ് കിട്ടാൻ പോകുന്നു എന്നൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിശദീകരിക്കുന്നത്, അദ്ദേഹം 1945 മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിനു മുമ്പേ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളാണിത്. അതുകൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം, ഇന്ന് നമുക്ക് ഒരുപാടധികം കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് തന്നെ കോളിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു സൈക്കിക് എബിലിറ്റി എന്ന രീതിയിലേക്കൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവചനം യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെയാണ്, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് അദ്ദേഹം ഇതിലൂടെ പ്രവചിച്ചത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിലുള്ള ആളുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനും അപ്പുറത്തേക്ക് പറഞ്ഞ സൈക്കിക് എബിലിറ്റീസ് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ആറാമത്തെ പ്രവചനം, മരുഭൂമിക്ക് നടുവിൽ ഒരു സ്വർണ്ണ നഗരത്തെ മനുഷ്യർ കണ്ടെത്തുമെന്നതാണ്. അത് എവിടെയാണ്, എങ്ങനെയാണെന്ന കാര്യത്തെക്കുറിച്ചൊന്നും മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും വിശദീകരിച്ചിട്ടില്ല. ഏഴാമത്തെ പ്രവചനം വരുന്നത്, ജപ്പാന്റെ പല മേഖലകളും, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പല മേഖലകളും, പ്രത്യേകിച്ച് തീരമേഖലകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാകും, കടലെടുക്കും എന്നതാണ്. എട്ടാമത്തെ പ്രവചനം വരുന്നത്, ഇത്തരത്തിൽ കടൽ വലിയ തോതിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വിഴുങ്ങുമെങ്കിലും അവിടെയുള്ള ആളുകളൊന്നും തന്നെ മരണപ്പെടില്ല, ഇവരൊക്കെ തന്നെയും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയും എന്നൊരു പ്രവചനമാണ്. ഒൻപതാമതായിട്ട് വരുന്ന പ്രവചനം, ഭൂമിയിലെ വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ തന്നെയും മറികടക്കാനായിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സേവിയർ, ഒരു രക്ഷകൻ അവതരിക്കും എന്നൊരു കാര്യമാണ്. ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ വ്യത്യസ്ത ഐഡിയോളജികളിൽ, വ്യത്യസ്ത റിലീജിയൻസിലൊക്കെ തന്നെയും പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേ ഒരു സംഭവം ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ സംഭവിക്കാതിരിക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പത്താമതായിട്ടുള്ള കാര്യം, പിരമിഡിനകത്ത് വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാടധികം രഹസ്യങ്ങളുണ്ട്. അത് നമ്മളിപ്പോഴും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഭാവിയിൽ ഈ രഹസ്യങ്ങളെ കൃത്യമായിട്ട് മനുഷ്യൻ കണ്ടെത്തും, മനുഷ്യൻ ഡീകോഡ് ചെയ്യും. നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും പിരമിഡിനകത്തുണ്ട് എന്ന കാര്യം മനുഷ്യൻ കണ്ടെത്തുമെന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവചനം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. എഡ്ഗർ കേസിയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാവി പ്രവചനങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വിചാരിക്കുന്നു. ഒരു പ്രൊഫറ്റ് അല്ലെങ്കിൽ ഒരു പ്രവചകൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സ്വപ്നത്തിലൂടെ പല ആളുകളുടെയും അസുഖങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു സ്ലീപ്പിംഗ് പ്രൊഫറ്റ് എന്നൊരു പേര് കൂടെ ഇദ്ദേഹത്തിനുണ്ട്. നിങ്ങളിപ്പോൾ ഈ കേട്ട പ്രവചനങ്ങളിൽ ഏത് പ്രവചനമാണ് യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ആ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യൂ. നമ്മൾ മുമ്പേ ഇത്തരത്തിലുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച്. പഴയ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് അതിലൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ശരിക്കും ഈ പ്രവചനങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നു? ഈ കാര്യത്തെക്കുറിച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്നതാണെന്ന രീതിയിൽ ചുമ്മാ തള്ളിക്കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവർ പ്രവചിച്ചതുപോലെ നടക്കുകയാണ്, ഇവർ വളരെയധികം അമാനുഷികരായിട്ടുള്ള ആളുകളാണ് എന്ന രീതിയിലും വിശദീകരിക്കാം. പേഴ്സണലി ഇതിനൊരു ന്യൂട്രൽ സ്റ്റാൻഡിൽ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, നമുക്ക് ഏതായാലും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കുറേയൊക്കെ അറിയാൻ സാധിച്ചു. നടക്കുകയാണെങ്കിൽ നൈസ്, കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ എടുക്കാറുള്ളത്. നിങ്ങൾ ഇതിനെങ്ങനെ നോക്കി കാണുന്നു എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസിലുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.